അതേക്കാം, അതൊക്കെ ഞാൻ മൂവ് ചെയ്യാം. ഇത് നോക്കുന്നുണ്ട്. അയ്യോ മതി മതി, തീർന്നു. ഒന്നും ചെയ്യല്ലേ കാറിനെ. തല വിട്ട് കുറച്ചുകൂടെ തുറക്ക് അപ്പൊ തടവാൻ പറ്റും. പട്ടീനെ പോലെ തന്നെ ഇരിക്കണം, ഹസ്കിനെ പോലെ തന്നെ ഇരിക്കണം. അടുത്തെന്താ സംഭവം കാണാൻ പോകുന്നുണ്ട്. ഈ ചെറുക്കായി അയ്യോ അവിടെ അടയ്ക്കത് തണുക്കുന്നു. വേണ്ട 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 പ്രവീൺ, ഇങ്ങനെയൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നത്. ബാബാ അവര് വെയിറ്റ് ചെയ്യണം. കൈ വായിൽ കൊടുക്കല്ലേ, കൈ കൊടുക്കുന്ന കാണിച്ചാല് അത്. പോയിട്ട് വരട്ടെ, ബൈ ബൈ. നമ്മൾ പാർക്ക് ഒമേഗ പോയായിരുന്നു. അവിടെ ഒരു 1.5 hours നമ്മൾ കുറച്ച് എൻജോയ് ചെയ്തായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഞാൻ ഇടാം. പിന്നെ അതിനുശേഷം നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോവുക. ഇപ്പോൾ കാർ ഡ്രൈവിങ്ങിലാണ്. ക്രൂസ് ഉള്ളത് കൊണ്ട് ഒരു കുഴപ്പമില്ല, തനിയെ പോയിക്കോളും. ജസ്റ്റ് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാനും എൻ്റെ വൈഫുമാണ് പോകുന്നത്. ഇതെൻ്റെ വൈഫ്. ട്രിപ്പ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഗൈസ്. സോ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ വീഡിയോസ് ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്യുന്നു. ഇത് നമുക്ക് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ വീഡിയോസ് നമുക്ക് കാണാം. പക്ഷേ ഇനി വോയിസ് ഓവർ അത്രയ്ക്കും കൊടുക്കാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോവുക. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് എന്താ പ്ലാനോ ഞാൻ അത് വീഡിയോയിലോട്ട് എങ്ങനെ ഷെയർ ചെയ്യാം. പിന്നെന്താ പോകുന്നത് ഫ്രം ഓട്ട്ഫോർഡ് ടു മോൺട്രിയലാണ്. സ്റ്റാർട്ട് ചെയ്തൊരു 10:30 സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ പാർക്ക് ഒമേഗയിലോട്ട് ഒരു 11:30 എത്തി. പിന്നെ ഒരു 12:30 ആകുമ്പോൾ റിട്ടേൺ ഇറങ്ങിയിട്ട് മോൺട്രിയലിലോട്ട് പോവാം. ഇതാണ് ഗൈസ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. പിന്നെ
പുറത്ത് ഒരു കുഴപ്പമില്ലാത്ത ഒരു വെതറാണ്, ക്ലൗഡിയാണ്. മഴ പെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റിൽ ഇതുവരെ മഴയില്ല. സോ അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ റോഡൊക്കെ കാണിക്കാം, മോൺട്രിയലിലുള്ള റോഡ്സ്. ഇതാണ് ഗൈസ്, നല്ല ക്ലൗഡി ആയിട്ടായിരിക്കുന്നത്. ഇനി മേ ബി മഴ പെയ്യോ ഇല്ലെന്ന് അറിയത്തില്ല. ഈ പോകുന്ന ലൊക്കേഷൻ കുറച്ച് ഔട്ട്ഡോറാണ്. സോ ഔട്ട്ഡോർ സൈഡ്സാണ്. അതിൽ ചിലപ്പോൾ മഴ പെയ്യോ എന്നില്ലെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവിടെ എല്ലാം ഫ്രഞ്ചിലാണ് ബോർഡൊക്കെ. ലൊക്കേഷൻ അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഹൈവേ ഒക്കെ പ്ലെയിൻ ആയതുകൊണ്ട്, പിന്നെ നല്ല റോഡ്സ് ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നമുക്ക് അടിച്ച് വിട്ട് പോവാം. ഇനി ഒരു 36 മിനിറ്റ് ഉണ്ട്. 36 മിനിറ്റ് 32 കിലോമീറ്റർ. മഴ പെയ്യാൻ തുടങ്ങി. ഇച്ചിരി മഴ പെയ്യുന്നുണ്ട്. ബട്ട് എൻ്റെ മലയാളം കുറച്ച് സീനാണെന്ന് തോന്നുന്നത്. ഇച്ചിരി മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ തമിഴ് മലയാളം മിക്സ് ചെയ്തിട്ടായിരിക്കും സംസാരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ഫാൾ ബെറ്ററാണ്, നല്ല സംസാരിക്കുന്നുണ്ട്. മഴ പെയ്ത് ഇവിടെ കട്ടാട്ടിരിക്കുക. ആർക്കും വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടാ. എല്ലാവരും സ്ലോ ആയിട്ട് ഓടിക്കും. നമ്മുടെ നാട്ടിലാണെങ്കിൽ പറക്കും എല്ലാവരും. മഴ പെയ്താലും വെയിലടിക്കും എന്തോന്നില്ല. അവിടെ മേ ബി സ്ലിപ്പറി റോഡായിരിക്കും, ഈ പ്ലെയിൻ റോഡായതുകൊണ്ട്. നമ്മുടെ റോഡിൽ ഗട്ടറൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഗ്രിപ്പ് കിട്ടും. അത് വേറെ കാര്യം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ലൊക്കേഷൻ പോയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണിക്കാം. അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ആലോചിച്ച് എനിക്ക് സമയം പോകുന്നില്ല. ശരി, ഇതായിരിക്കും എൻ്റെ ഫസ്റ്റ് വീഡിയോ. ഞാനിങ്ങനെ പബ്ലിഷ് ചെയ്യാം. പിന്നെ ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കാണുക, നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ വന്നു ഗൈസ്, പിന്നെ ഞാൻ മോൺട്രിയലിലോട്ട് സെക്കൻഡ് ടൈമാണ് വരുന്നത്. ബട്ട് ഡിഫറെൻറ്റ് ഒരു കൺട്രി പോയ പോലെയാണ്. നമുക്ക് ബോർഡൊക്കെ ഫ്രഞ്ചിലായതുകൊണ്ട് വായിക്കാനും ഇതാക്കാനും പാടായിരിക്കും നമുക്ക്. പിന്നെ ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ പോകുന്ന ലൊക്കേഷൻ ഏതാണെന്ന് ഞാൻ പറയാം. ഒരു റെസ്റ്റോറൻ്റാണ്. ഫുഡൊന്നും രാവിലെ കഴിച്ചില്ലായിരുന്നു. സോ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോകാം. ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടായിരുന്നു, തഞ്ചേ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് ഡൗൺ ടൗണിലാണ് ആയിരിക്കും, ഓൾഡ് ഫോർട്ട് ഓഫ് മോൺട്രിയൽ. അത് നല്ല റെസ്റ്റോറൻ്റ് എന്ന് കേട്ടാൽ ഞാൻ എനിക്ക് റിവ്യൂവിൽ കണ്ടപ്പോൾ. സോ ഒരു 4.something സ്റ്റാർസ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഒന്ന് ഫുഡ് ട്രൈ ചെയ്തിട്ട് ഫുഡൊന്ന് കഴിച്ചിട്ട്, പിന്നെ എയർബിഎൻബിയിൽ നമ്മൾ റൂം ബുക്ക് ചെയ്തായിരുന്നു. അവിടെ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നെക്സ്റ്റ് ലൊക്കേഷനുണ്ട് ഷൂട്ട്. ഇത്ര തന്നെ. മഴ പെയ്യാതിരുന്നാൽ മതി, ആ ലൊക്കേഷൻ കാണാൻ പറ്റുമായിരുന്നു. ഇല്ലെങ്കിൽ പകരം അങ്ങനെയാണ്. സോ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പറയാം ഞാൻ. ഗൈസ്, ഞാൻ പിന്നെയും വന്നു. ട്രിപ്പ് മോഡ് പിന്നെയും കുറച്ചുകൂടെ പവറായി. പിന്നെയും ലൊക്കേഷൻ മാറ്റി കിടന്നു. ഇപ്പുറത്തെ സൈഡ് വശം ഇല്ലായിരുന്നു, ഈ സൈഡ് വശം നോക്കി കിടന്നു. അതുകൊണ്ട് നല്ല പവറായിട്ടായിരിക്കുന്നത് ഇപ്പോൾ ട്രിപ്പ്. ഇനി കുറച്ച് ദൂരമുണ്ട്, ഒരു 20 മിനിറ്റ്. അപ്പോഴത്തേക്ക് റെസ്റ്റോറൻറ്റ് വരും. അപ്പോൾ പിന്നെയും ഞാൻ കാണാൻ കഴിയും. അതിന് മുന്നേ ഞാൻ ഈ ഒരു അപ്ഡേറ്റ് തരാനായിരുന്നു ഞാൻ വീഡിയോ എടുത്തത്. സോറി ഗൈസ്. എന്തായാലും ഇനി ഡയറക്റ്റായിട്ട് റെസ്റ്റോറൻ്റ് ആയിരിക്കും. കാണാം. ഗൈസ്, ഇന്നലെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് അങ്ങനെ ഉറങ്ങിപ്പോയി. ഇതാണ് നമ്മുടെ എയർബിഎൻബി റൂം. എല്ലാം പിന്നെയും റെഡിയാക്കി സെറ്റാക്കി വെച്ചു. ഇന്നലെ നമ്മൾ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ആക്കി വെച്ചത് പിള്ളേർ റൂം സർവീസ്. ടേബിളും ഇതാണ് പുറത്തുള്ളത്. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത ലൊക്കേഷനോട്ട് പോകാം. ഇന്നലെ ഒന്നും കാണാൻ പറ്റില്ല, അങ്ങനെ ഉറങ്ങിപ്പോയി. നമ്മൾ പാർക്കമിലോ പോയിട്ട് അങ്ങനെ ഉറങ്ങിപ്പോയി. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത ലൊക്കേഷനോട്ട് പോയിട്ട് കാണിക്കാം.
ഇതാ ലിവിങ് ഏരിയ. തൊട്ടടുത്ത ആൾക്കാരുണ്ട്, സോ അതുകൊണ്ട് ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇവിടെ എന്തൊക്കെ കണ്ടായിരുന്നു നീക്കി? എങ്ങനെയാണ് ജെറ്റ് ബോട്ടിങ് കണ്ടല്ലേ ഇവിടെ കണ്ടത്? ഇവിടെ കണ്ടത് നമ്മൾ മോളിൽ, പക്ഷെ എല്ലാം എക്സ്പെൻസീവാണ് കേട്ടോ. അണ്ടർ ആർമർ തന്നെ $80. നോക്ക്, ഞാൻ ഫ്രണ്ട് ക്യാമറ കാണിക്കാം. അതാ അതാ അതാ. പക്ഷേ ഇവിടെ നല്ല നല്ല വില കൂടുതലാണ്. നമ്മൾ കാണാത്ത കുറേ ബ്രാൻഡ്സ് ഉണ്ട്. അത് സോഫ്റ്റ് മോക്ക, സോഫ്റ്റ് മോക്കൊക്കെ ഉണ്ട്. സോഫ്റ്റ് മോക്കിങ് ലോക്കൽ അല്ലേ? സ്റ്റീവ് മേഡൻ, JS ജുക്കോ ജ്യൂസ്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആൽഡോ, ഓക്കെ ഫൈൻ. പിന്നെ ഇത് റൂട്ട് സ്റ്റാക്ക്, ആ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഷേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണ് പട്ടി. ലെഗിൻസ് ചോദിക്ക്, പടം നിൽക്കുക. എൻ്റെ ശരീരം എന്തോ ഇങ്ങനെ ഇരിക്കുന്നത്. ആ അതെടുത്തോപ്പം എത്രയും നോക്ക്. എനിക്ക് എക്സ്ട്രാ സ്മോൾ ഒന്നും ഇതെല്ലാം സ്മോൾ ആണല്ലോ. സ്മോൾ എനിക്ക് കറക്റ്റ് ആവുന്നു. സ്മോൾ കറക്റ്റ് ആയിരിക്കും. ഇട്ട് നോക്കുന്ന അപ്പം നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഒരു പള്ളിയാണിത്. ഇത്രയും പടി കയറണം, പക്ഷെ മഴയും ഉണ്ട് ഗൈസ്. അതാണ് ഒരു പ്രശ്നം. ഇത് നല്ല സ്ഥലം, നമുക്ക് മലയാ തൊട്ടടുത്ത്. ഡിഫറെൻ്റ് അല്ലേ? ഡിഫറെൻ്റ് പള്ളിയല്ലേ? കാണാൻ നല്ല രസമുണ്ട്, പക്ഷെ ഭയങ്കര കാമായിരിക്കും. കൺസൾട്ടേഷൻ ഉണ്ട്. ഇതെന്തോന്നത്? ചെയ്യാം, വന്നിട്ട് ചെയ്യാൻ നോക്കട്ടെ.
കൂട്ടുകാരുണ്ടോ? കാണിക്കട്ടെ. എന്താ Nous allons participer à la révolution. Donc, par lui, avec lui et en lui, nous allons aimer. Par lui, avec lui et en lui,